ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് റവ ദോശ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വൈകിട്ട് സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ അധികം സമയം വയ്ക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 10 മിനിറ്റിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കരുത്. ബേക്കിംഗ് സോഡയുടെ അളവ് കൂടിപ്പോകരുത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അതിലേക്കായിട്ട് 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയുടെ ഒരു 1/4 ഭാഗം മതി നമുക്ക്, മുഴുവനായിട്ടും വേണ്ട. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മതി. പുളി കുറവുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തൈരിൻ്റെ അളവ് അതനുസരിച്ച് വ്യത്യാസം വരുത്താം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ 3.5 ടീസ്പൂൺ ചേർത്താലും മതി. ഇല്ലെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കാം. മീഡിയം പുളിയാണെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, തൈര്, പിന്നെ നമ്മുടെ സവോളയുടെ പകുതിയോ 1/4, സവോള നമ്മൾ എടുക്കുന്നതനുസരിച്ച് വലിപ്പം അനുസരിച്ച് ഞാൻ ഈ സവോളയുടെ 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. വലിയ പീസുകളായിട്ട് തന്നെ ഇടാം. നമ്മളെല്ലാം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നോളും. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. 1/4 കപ്പാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശയുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. തൈര് കൂടാതെ 1 കപ്പ് വെള്ളം ചേർത്ത് വിട്ടാൽ മെഷറിംഗ് കപ്പിൽ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനുള്ള ദോശയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ തട്ട് ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറേ വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കൂടരുത്, 1/4 ടീസ്പൂൺ മതി ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. 10 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, അധിക സമയം വയ്ക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട്. കണ്ടോ, വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആക്കുക. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. മാവിന് പുളിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ആവശ്യത്തിന് തൈര് ചേർത്തതുകൊണ്ട് പുളി അധികമില്ല. 1/2 കപ്പ് തൈര് ചേർക്കുകയാണെങ്കിൽ പുളി കൂടി പോകുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള തൈരിൻ്റെ പുളി ഞാൻ പറഞ്ഞല്ലോ, പുളിയുള്ള തൈരായതുകൊണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യിലോ നല്ലെണ്ണയിലോ ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. നെയ്യിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. സാധാരണ ഞാൻ ദോശകളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ ഈ ദോശയെ നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് മതി കേട്ടോ നല്ലെണ്ണ. ആദ്യം ഒന്ന് പാനിൽ പിടിക്കാതിരിക്കാനാണ്. ഇത് ഇരുമ്പിൻ്റെ ദോശ പാനിലും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ചപ്പാത്തി പാൻ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഈ നല്ലെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശമാവ് ഒഴിക്കാം. ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. അധികം പരത്തി എടുക്കണ്ട. നമ്മൾ തട്ടുദോശ പോലെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് കുക്കായി വരട്ടെ. അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ കൂടുതൽ ചേർക്കുകയാണെങ്കിലാണ് കൂടുതൽ ഹോൾസ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് ആ ബേക്കിംഗ് സോഡയുടെ ചോയയും വരും, അതുപോലെ തന്നെ ഒരു കളർ ചേഞ്ചും വരും, യെല്ലോ കളർ വരും. അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ അധികം ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ചൂടാവുന്നതനുസരിച്ച് കുക്കാവുന്നതനുസരിച്ച് ഹോൾസൊക്കെ വന്ന് തുടങ്ങിക്കോളും. പിന്നെ പാനിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഓവറായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും ചൂടാവരുത് പാൻ. ചപ്പാത്തി ഉണ്ടാക്കാൻ ചൂടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ചൂടിൽ വേണം ചൂടാക്കാൻ. എങ്കിലും അത്യാവശ്യം ചൂട് ഉണ്ടാവുകയും ചെയ്യണം.
ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് നല്ലെണ്ണ തളിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് കേട്ടോ, നല്ലെണ്ണ തളിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നല്ലെണ്ണ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ അധികം ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ ഈ ആദ്യത്തെ ദോശയിൽ മാത്രമേ നല്ലെണ്ണ ഒന്ന് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പാൻ ഗ്രീസ് ആയിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഉണ്ടാക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അടുത്ത സൈഡും ഇപ്പോൾ തന്നെ മൊരിഞ്ഞു വരും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം, ഡിന്നറിനും ഉണ്ടാക്കാം, വൈകുന്നേരം സ്നാക്കായിട്ടും ഉണ്ടാക്കാം. അങ്ങനെ 3 നേരം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നുമില്ല, സ്കൂളൊക്കെ തുറക്കുന്ന സമയം വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. ഒരു ചട്നിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാവുന്ന ദോശയാണ്. ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അധികം സമയം എടുക്കില്ല കേട്ടോ, ഒരു അര മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സൈഡും കുക്കായി വരും. ഇനി നമുക്ക് ഈ ദോശ എടുത്ത് മാറ്റാം. ഇത് കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഈ എള്ള എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ. സവോളയൊക്കെ ഉള്ളതുകൊണ്ട് സവോളയുടെ മൊരിഞ്ഞ ടേസ്റ്റും എല്ലാം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ദോശയ്ക്ക്. സാധാരണ അരി ഉഴുന്നരച്ച് ഉണ്ടാക്കുന്ന ദോശയേക്കാൾ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ദോശയും കുക്കായി വരട്ടെ. ദോശ ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മൾ അടച്ചു വെക്കേണ്ട, അപ്പം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ വേഗം ഹോൾസ് വരാനായിട്ട് തീ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ചട്നി അടുത്ത ദിവസം നമ്മുടെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ചട്നിയും കൂടെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്യുന്നില്ല. ചട്നി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്തു വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന മുന്തിരി ചട്നി ഉണ്ടല്ലോ, മുന്തിരി ചട്നി ആണെങ്കിലും നമ്മുടെ ഈ ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ കുറേ ചട്നി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചമ്മന്തി ചട്നി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് പാനൊന്ന് ഇങ്ങോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണ നമ്മുടെ ദോശയിലേക്ക് ആയി വന്നോളും. നമ്മളിനി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദോശയും റെഡിയാവും. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും റെഡിയാക്കി എടുക്കാം. എണ്ണയിൽ നന്നായിട്ട് ദോശ മൊരിയുന്ന മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒരു 10 മിനിറ്റ് മുന്നേ, നമ്മളിപ്പോൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ തന്നെ ഇതൊന്നും ഒരു 10 മിനിറ്റ് മുന്നേ മിക്സിയിൽ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ ഈ ദോശ മുഴുവൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, നമ്മൾ കുറച്ച് റവയിലെടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു 4-5 ദോശയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇതാ റെഡി ആയിക്കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ദോശയാണ്. പിന്നെ നമ്മൾ കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ പൊങ്ങി വന്നിട്ട് പൊട്ടിപ്പോവും. ഈ ഹോൾസൊക്കെ വന്നിട്ട് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം വെക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഈ സെയിം തന്നെ നമുക്ക് ഉഴുന്ന് അരച്ച് ചേർത്ത് റവ ചേർത്ത് ദോശ ഉണ്ടാക്കാം. അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഉഴുന്നരച്ചതും റവയും ചേർത്തിട്ടുള്ള, അല്ലെങ്കിൽ ഉഴുന്നുപൊടിയും റവയും ചേർത്തിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ചെയ്യാം. ഇതാകുമ്പോൾ ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചട്നി ഞാനിപ്പോൾ അരച്ചിട്ടില്ല, ചട്നി അരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. ഫോട്ടോയിൽ ചട്നി ഉണ്ടാവും, ഇപ്പോൾ ഞാൻ ചട്നി റെഡിയാക്കാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ചട്നി ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ ആ ചട്നിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മുന്തിരി ചട്നിയോ നമ്മുടെ നേരത്തെയുള്ള തേങ്ങ ചട്നിയോ കുറേ ചട്നി റെസിപ്പീസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ്, അതായത് ക്രിസ്മസ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടല്ല, നോൺ വെജ്
ഇപ്പോൾ ചിക്കൻ റെസിപ്പീസെന്നും ബീഫ് റെസിപ്പീസെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പം റെസിപ്പീസ് അങ്ങനെ പല പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ക്രിസ്മസ് റെസിപ്പീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കേക്ക് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ അഭിപ്രായം കൂടി പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.